മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യം, പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ അടച്ചുപൂട്ടി വെക്കാൻ പറ്റില്ല. സ്ഥാപനങ്ങളിലും നിയമങ്ങളിലും നിർവചനങ്ങളിലും അടച്ചുപൂട്ടാനുള്ള പ്രലോഭനത്തിനെതിരെ പാപ്പ മുന്നറിയിപ്പ് നൽകി. പാപ്പാസ് ഗിവിംഗ് വാർണിംഗ്. The wind cannot be bottled up or put in a box. Spirit creates and inspires institutions, but he himself cannot be institutionalized. Holy Ruach cannot be institutionalized. Okay, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ക്രിയേറ്റ് ചെയ്യും, ഇൻസ്പയർ ചെയ്യും. സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും പ്രചോദിപ്പിക്കാനും ഒക്കെ. പക്ഷേ പരിശുദ്ധാത്മാവിനെ സ്ഥാപനവൽക്കരിക്കാൻ പറ്റില്ല എന്ന് മാർപ്പാപ്പ വ്യക്തമാക്കുകയാണ്. സ്ഥാപനങ്ങളിലോ നിയമങ്ങളിലോ നിർവചനങ്ങളിലോ ഒന്നും അടച്ചു പൂട്ടരുത്, അതൊരു പ്രലോഭനമാണ്. മാർപ്പാപ്പ പറയാണ്, പരിശുദ്ധാത്മാവിനെ സ്ഥാപനങ്ങളിലും നിയമങ്ങളിലും നിർവചനങ്ങളിലും അടച്ചുപൂട്ടാനുള്ള പ്രലോഭനത്തിനെതിരെ പാപ്പ മുന്നറിയിപ്പ് നൽകി. പരിശുദ്ധാത്മാവാണ് സ്ഥാപനങ്ങൾക്കും സംവിധാനങ്ങൾക്കും രൂപം നൽകുന്നതും അതിനെ ചലനാത്മകമാക്കുന്നതും. ഇന്ന് നമ്മൾ പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് തന്നെ ഈ ചലനാത്മകത നമുക്ക് നഷ്ടപ്പെട്ടു പോയി. സ്റ്റക്കായിട്ടുള്ള അവസ്ഥ പല സമയത്തും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ജ്ഞാനത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഒക്കെ പറയുന്നത് ജ്ഞാനം ചലനാത്മകമാണ്, നമ്മൾ സ്റ്റക്കായി പോകരുത്. ഓക്കെ, അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്പിരിറ്റിൽ തന്നെ സ്റ്റക്കായി പോകരുത്. നിയമം അനുസരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഡോണ്ട് ഗെറ്റ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സോ മച്ച്. എന്ന് വെച്ചാൽ നിയമങ്ങളോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പ്ലീസ് ഡോണ്ട് മിസ്കോട്ട്. വേണം, നമുക്ക് നിയമങ്ങൾ വേണം. നിയമത്തിന് കീഴിലായിരിക്കണം, കൃപയ്ക്കും കീഴിലായിരിക്കണം. നിയമത്തിന് കീഴിലായാൽ മാത്രം പോരാ, നിയമത്തിന് കീഴിലായി നമ്മൾ പരിശുദ്ധാത്മാവുകൊണ്ടൊക്കെ നിറഞ്ഞ്, ദൈവത്തിൻ്റെ വചനത്തിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ്, പിന്നെ കൃപയ്ക്ക് കീഴിലുള്ളൊരു ജീവിതമുണ്ട്. അത് നിയമങ്ങൾ ഡിസൊബേ ചെയ്യല്ല, നിയമങ്ങളെ പൂർത്തിയാക്കും, നിയമങ്ങളെ ഒന്നും കൂടി ഉറപ്പിക്കുന്ന ഒരു കൃപയ്ക്ക് കീഴിലുള്ള ഒരു ജീവിതമുണ്ട്. അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ നയിച്ചിട്ട്, പരിശുദ്ധാത്മാവ് കാറ്റിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു. നിയമങ്ങളെ ഇല്ലാതാക്കാനല്ല കർത്താവ് വന്നിരിക്കുന്നത്. ഉള്ള നിയമങ്ങളുടെ ഒരു ഹയർ ഗ്രേഡിലേക്ക് ഈ കൃപ കൊണ്ടുപോകും. ഒരു ഹയർ അനുസരണം, ബേസിക് അനുസരണത്തിൽ നിന്ന് ഒരു ഹയർ അനുസരണം, ബേസിക് ഒബീഡിയൻസിൽ നിന്ന് ഒരു ഹയർ ഒബീഡിയൻസ്. അടിസ്ഥാനപരമായ അനുസരണമുണ്ട്, പിന്നെ ഉന്നതമായിട്ടുള്ളൊരു അനുസരണമുണ്ട്. ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആൻഡ് സ്റ്റെപ്സ്. അപ്പോൾ ഈ നിയമത്തിൽ മാത്രം കുടുങ്ങിക്കിടക്കുന്നവർക്ക് അത് ചിലപ്പോൾ മനസ്സിലാവില്ല. ദൈവവചനം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിയമം നമുക്ക് പാപബോധം തരുന്നു. നിയമം ഉള്ളതുകൊണ്ടാണ് പാപബോധം ലഭിക്കുന്നത്. അപ്പോൾ പാപബോധം ഉണ്ടായി അനുദപിച്ച് നമ്മൾ ഈ ആത്മാവിലുള്ള ജീവിതം മുന്നേറുമ്പോൾ, പിന്നെ ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട് ദൈവവചനത്തിൽ, നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, ഇപ്പോൾ കൃപയ്ക്ക് കീഴിലാന്നൊക്കെ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിന് നിയമരാഹിത്യത്തിൽ നിന്നും നിയമത്തിൻ്റെ കീഴിലേക്ക് ആദ്യം വരണം. നിയമത്തിന് വകവയ്ക്കാതെ നടക്കുന്നവർക്കൊന്നും പറഞ്ഞിട്ടുള്ള കാര്യമില്ലത്. ആദ്യം നമ്മൾ നിയമങ്ങൾ അനുസരിച്ച് കൽപ്പനകൾ പാലിച്ച് ദൈവിക ഛായയിലേക്കും ദൈവിക സാദൃശ്യത്തിലേക്കൊക്കെ വളരണം, അല്ലേ? ദൈവിക ഛായ വികൃതമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാവണ്ടേ? യേശുക്രിസ്തു ശരിയാക്കും, വചനത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ. ദൈവിക സാദൃശ്യം, ആ ഒരു അനന്തമായ സ്നേഹൈക്യമൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഹെൽപ്പ് ചെയ്യും ആ സാദൃശ്യം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. ദൈവിക ഛായയിൽ വളർത്തേണമേ, ദിവ്യ സാദൃശ്യവും തിരിച്ചേകണേ, ദൈവ കൂട്ടായ്മയിൽ നമിച്ചിട
സേവിക്കട്ടെ, കൂട്ടായ്മയായി ഞങ്ങൾ സേവിക്കട്ടെ. യെസ്, ദൈവ കൂട്ടായ്മയെ നമിക്കാനും കൂട്ടായ്മയായിട്ട് കർത്താവിനെ, സത്യകർത്താവിനെ സേവിക്കാനും നമുക്ക് പറ്റണം. യെസ് ഓർ നോ? അപ്പോൾ ദിസ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ്. മാർപ്പാപ്പ പറയാണ്, പരിശുദ്ധാത്മാവിനെ സ്ഥാപനവൽക്കരിക്കരുത് എന്ന് പാപ്പ വ്യക്തമാക്കി. എന്ന് വെച്ച് ഓരോ ഇൻഡിവിജ്വൽസും തോന്നിയ പോലെ ഓരോന്ന് തോന്നിയ പോലെ പറയാനൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. 10 കൽപ്പനകളൊക്കെ നന്നായി പാലിക്കണമെന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞ് പുതിയ നിയമത്തിലെ ഈശോ എല്ലാ കൽപ്പനകളും കൂടിയിട്ട് സംഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് 2 കൽപ്പനകൾ, അതൊക്കെ പാലിക്കണ്ടോ എന്ന് നോക്കണം. ദൈവവചനം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കണം. മാരകപാപമൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റണം. ചെറിയ ചെറിയ ലഘുപാപങ്ങൾ ചെയ്യുമ്പോഴേക്കും കുമ്പസാരിച്ച് ക്ലീൻ ആയിട്ടിരിക്കണം. നിയമത്തിൻ്റെ കീഴിൽ തന്നെ ഒരു പരിശീലനം നേടി പിന്നെ കൃപയ്ക്ക് കീഴിൽ പോകുന്ന കാര്യം ഞാൻ പറയുന്നു. നിയമരാഹിത്യമുള്ളവർക്കല്ല, അത് തെറ്റാണ്. നിയമരാഹിത്യം പാടില്ല. നിയമരാഹിത്യത്തിൽ നിന്ന് നിയമത്തിൻ്റെ കീഴിലേക്ക് വരണം. നിയമത്തിൻ്റെ കീഴിൽ നിന്ന് കൃപയുടെ കീഴിലേക്ക് വരണം. പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിക്കും. അപ്പസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പീലിപ്പോസിനെ സംവഹിച്ചു കൊണ്ടുപോയി പരിശുദ്ധാത്മാവ്. സെയിന്റ് ഫിലിപ്പ് അല്ലേ? അപ്പം നിന്നു കൊടുക്കുകയാണ് പരിശുദ്ധാത്മാവിനെ എടുത്തുപയോഗിക്കാനും പരിശുദ്ധാത്മാവാകുന്ന ആ കാറ്റിൽ ഇങ്ങനെ പോവാൻ. ആ പരിശുദ്ധാത്മാവെന്ന കാറ്റ് അങ്ങനെ സംവഹിച്ചു കൊണ്ടുപോകാൻ. യെസ് ഓർ നോ? അപ്പോൾ മാർപ്പാപ്പയുടെ ഈ ഒരു ജനറൽ ഓഡിയൻസ്, ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഇനിയും കുറേ ഉണ്ട്, ഇത് ഫുള്ള് വായിക്കാൻ സമയമില്ല. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പരിശുദ്ധാത്മാവിനെ കുറിച്ച്? നിങ്ങൾ ബൈബിളിലും CCCയിലൊക്കെ വായിച്ചതും പഠിച്ചതും ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടോ? ഈ ഒരു ദൈവവചനം 1 Corinthians 12:3, no one can say Jesus is Lord except by the Holy Spirit. ഇത് കേട്ടപ്പോൾ മുതൽ തന്നെ യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് കൂടാതെ പറ്റില്ല, പരിശുദ്ധ റൂഹ കൂടാതെ. എനിക്ക് മനസ്സിലായത് ജീസസ് ക്രൈസ്റ്റ് ഇസ് ലോർഡ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിലുള്ള ഹോളി സ്പിരിറ്റ് അവേക്കൻ ആവാണ്. അപ്പോൾ അത് എത്രത്തോളം പറയുന്നു അത്രത്തോളം എനിക്ക് ഈശോയിലേക്ക് അടുക്കാം. ബിക്കോസ് ദിസ് CCC നമ്പർ സെസ് CCC 683. 683 ഇങ്ങനെ പറയുന്നുണ്ട്, to be in touch with Christ we must first have been touched by the Holy Spirit. ക്രിസ്തുവിനോട് ബന്ധപ്പെടാൻ നാം ആദ്യമായി പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം. ആദ്യം പരിശുദ്ധാത്മാവിനാൽ സ്പർശിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കണം, എന്നാലേ ക്രിസ്തുവായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ മാമോദീസായാലും കൂദാശകളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ കുറേ എക്സ്പീരിയൻസുകളിലൂടെ ഒക്കെ ഉണ്ട്. ആ പരിശുദ്ധാത്മാവിനെ ഒന്ന് സജീവമാക്കണമെങ്കിൽ, നമുക്ക് ആത്മീയമായിട്ട് ഉന്മേഷമൊന്നും തോന്നുന്നില്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വിളിച്ച് പറയുന്നത് യേശു ക്രിസ്തു കർത്താവ്, ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ലോർഡ് അല്ല, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ലോർഡ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായം കൂടാതെ പറയാൻ പറ്റില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് യെസ് അല്ലേ, ടിപ്സ്, വി ഷുഡ് ലേൺ സ്പിരിച്വൽ ടിപ്സ്. അല്ലാതെ അയ്യോ സ്പിരിച്വൽ ലൈഫ് ഈസ് സോ ഡിഫിക്കൽട്ട്, എനിക്ക് പറ്റുന്നില്ല, ബോറടിക്കുന്നു, പറ്റുന്നില്ല എന്ന് പറയുന്നതിന് പകരം പറ്റും. എന്തുകൊണ്ടാ? ഈശോ പറഞ്ഞ് എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈശോ പരിശുദ്ധാത്മാവിനാൽ അഗ്നിയാലും സ്നാനപ്പെടുത്തുന്നു, കുളിപ്പിക്കുന്നു. ഈശോ പരിശുദ്ധാത്മാവും പിതാവായ ദൈവത്തിൻ്റെ 2 കാര്യങ്ങൾ ഈശോനെ അയച്ചു, പരിശുദ്ധാത്മാവിനെ അയച്ചു. എന്തിനാ? നമ്മളെ സഹായിക്കാനാ. പറ്റില്ല എന്ന് പറയരുത്. അപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ഇസ് ദ ലോർഡ് എന്ന് കുറേ പ്രാവശ്യം പറയാം. ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റു പറയാം. അപ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ അനുഭവം നമുക്കുണ്ടാവും, ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാവും. ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കും. അത് ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ ഐ ടെൻഡ് ടു ഡു കുറേ ബോഷത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മാറി വരാൻ എൻ്റെ ഉള്ളിലുണ്ട് പരിശുദ്ധാത്മാവ്. ഞാൻ ബോഷത്തെ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വർക്ക് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി ഈ ഒരു കാര്യം ഈ ഒരു വേർഡ് ഓഫ് ഗോഡ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി നൈസ്. ആത്മാവിനെ നിർവീര്യമാക്കരുത് എന്നൊക്കെ പറയുന്നത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്
അല്ലേ? മാമോദീസയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ഒരു മുറിയിൽ അടിച്ച് പൂട്ടിയിടുകയാണോ പരിശുദ്ധാത്മാവിനെ? മിണ്ടരുത് എന്നിട്ട് കെട്ടിയിടുക, മുറിയിൽ അടിച്ച് പൂട്ടിയിടുക, അങ്ങനെയൊന്നും ചെയ്യില്ല. പരിശുദ്ധാത്മാവ് ആ ഒരു കാറ്റ്, ആ സ്വാതന്ത്ര്യത്തോടു കൂടെ നമ്മുടെ ഉള്ളിൽ വീശട്ടെ, നമ്മുടെ ചുറ്റിലും നമ്മളിലൂടെ തിരുസഭ മുഴുവനിലും വീശാൻ അനുവദിക്കണം. ദ വിൻഡ് ഓഫ് ദ ഹോളി റുവാഹ്. നിങ്ങളുടെ ആ പാട്ടില്ലേ, ദി എയർ ഓഫ് ഹോളി റുവാഹ്. ആദ്യം എയർ, പിന്നെന്താ ബ്രീസ്, പിന്നെ വിൻഡ്, സ്റ്റോം, ടെംപെസ്റ്റ്. അപ്പോൾ ഹോളി റുവാഹ്, ദി എയർ ഓഫ് ഹോളി റുവാഹ്, പിന്നെ ദ ബ്രീസ് ഓഫ് ഹോളി റുവാഹ്. ഇതൊക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. യെസ് ഓർ നോ? സോ ആ ഒരു സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ കർത്താവിന്റെ കഴിവിൽ ആശ്രയിക്കുമ്പോഴാണ് ഈ ഹോളി റുവാ ലോർഡിന്റെ പ്രവർത്തനം, ഈ ഒരു എയറിന്റെ മൂവ്മെന്റും വിൻഡിന്റെ മൂവ്മെന്റും ശരിക്കും വിസിബിൾ ആവാൻ എനിക്ക് അങ്ങനെ ഒരുപാട് ഈ ആശ്രമത്തിൽ വന്നേ പിന്നെ ആ പരിശുദ്ധാത്മാവിന്റെ ചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോ ഈ ഒരു പാട്ട്, ചലിക്കണമേ ചലിപ്പിക്കണം, ചലിക്കണമേ ചലിപ്പിക്കണമേ, പാവന റുഹായെ ചലിക്കണമേ, എന്നെ ചലിപ്പിക്കുകയും ചെയ്യണേ. അല്ലെ? ഒരു ചലനത്തിന്റെ ആവശ്യമുണ്ട്, ആത്മീയമായ ഒരു ചലനത്തിന്റെ ആവശ്യമുണ്ട്. യെസ് ഓർ നോ? വ്യക്തികളിൽ, ഓരോ മനുഷ്യനിലും, ഓരോ ക്രിസ്ത്യാനിയിലും, ഓരോ കത്തോലിക്കനിലും, അല്ലെ, ഓരോ സന്യാസിയിലും, ഓരോ പുരോഹിതനിലും പരിശുദ്ധാത്മാവിന്റെ കാറ്റ് ചലിക്കേണ്ട ഒരാവശ്യമുണ്ട്. ഉള്ളിലും ചുറ്റിലും തിരുസഭ മുഴുവനിൽ ഈ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശട്ടെ, കൊടുങ്കാറ്റായി മാറട്ടെ. അല്ലേ? എല്ലാ തിന്മകളെയും പറപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കാറ്റ് വീശട്ടെ. നമ്മൾ കുറേശ്ശെ ചെയ്യാൻ പോയി ഇത്രയ്ക്കല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ വലിയൊരു കൊടുങ്കാറ്റ് അങ്ങോട്ട് വീശിയാലോ, അല്ലേ? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു ചുഴലിക്കാറ്റ്, മറ്റേ കാറ്റ്, മറിച്ചേ കാറ്റ്, കാറിനെ എടുത്തു കൊണ്ടുപോയി ഇതിനെ പറപ്പിച്ചു, അതിനെ പറപ്പിച്ചു. സാധാരണ ഒരു കാറ്റിന് ഇത്രയും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഈ ബിഗ് സ്റ്റോം അല്ലെങ്കിൽ ടെംപെസ്റ്റ് ഓഫ് ദ ഹോളി റുവാഹ് എന്തൊക്കെ ചെയ്യാൻ പറ്റും തിരുസഭയിൽ. നമ്മൾ എന്താ പറയുക, പരിശുദ്ധാത്മാവിനെ ചെറുതാക്കി കാണല്ലേ, ഡോണ്ട് ബെലിറ്റിൽ, പരിശുദ്ധാത്മാവിനെ ചെറുതാക്കല്ലേ. പരിശുദ്ധ റൂഹായുടെ വലിയ കൊടുങ്കാറ്റ് വീശേണ്ട സമയമായി, അല്ലേ? നമ്മുടെ ഉള്ളിലും ചുറ്റിലും തിരുസഭ മുഴുവനിലും എല്ലാ മനുഷ്യരിലും. അപ്പോൾ ഈ ഒരു കൊടുങ്കാറ്റിന്റെ കാര്യം പറയുമ്പോഴാണ്, ബിക്കോസ് ദിസ് ഇസ് ദ വിൻഡ് ആൻഡ് ധൂപത്തിൽ കണ്ടിട്ടുണ്ട് ഇത് കുറച്ചും കൂടി കത്തണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഊതി കൊടുത്താൽ മതി. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള തീ, ദാറ്റ് ഇസ് ഫോർ ഗോഡ്, നമ്മൾ ഓരോരുത്തരുടെ ഉള്ളിലുള്ള തീ അത് കത്തണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു ചലനത്തിന്റെ ഒരു കാറ്റ് വരുവാണെങ്കിൽ നമ്മൾ ആകെ ഉന്മേഷത്തോടെ കർത്താവിന് വേണ്ടി അടുക്കാൻ വേണ്ടി. ഈശോയോട് പറഞ്ഞാൽ മതി, നമ്മൾ ഊതി ചിലപ്പോൾ ശരിയാവില്ല, അല്ലെ? ഈശോ ഉത്താനം ചെയ്തു കഴിഞ്ഞ് ശിഷ്യന്മാരും ഇത് ഊതി നിശ്വസിച്ചു. ആ ഈശോയുടെ കാറ്റൊന്ന് ശിഷ്യന്മാരെ. അപ്പോൾ ദിസ് ഈസ് അനദർ ടിപ്പ്. ഇടയ്ക്കിടയ്ക്ക് ഈശോയോട് പറയും, ഈശോ ഒന്ന് ഊതോ, ഒന്ന് നിശ്വസിക്കും, പരിശുദ്ധാത്മാവിനെ താ, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിലൊന്ന് ഊതോ, പരിശുദ്ധാത്മാവ് ഒന്ന്, അല്ലേ? കത്തിപ്പിടിക്കുന്നു. സ്പിരിച്വൽ ലൈഫ് ഈസ് ഈസി ആൻഡ് ഇൻട്രസ്റ്റിംഗ്. ഒരു പ്രാവശ്യം ഇറ്റ്സ് വെരി ഫൺ ബിക്കോസ് മദർ പറഞ്ഞൊരു എക്സാമ്പിൾ എനിക്ക് ഒരു കാര്യം പറയുന്നത് ഞാൻ ഓർക്കുക. പെട്ടെന്ന് തന്നെ ഒരു കാറ്റ് വന്നു. അപ്പോൾ ഈ കാറ്റിന് വന്നിട്ട് മദറിൻ്റെ മേലടിച്ചു. സോ എന്നിട്ട് നോക്കിയപ്പോൾ പിന്നീട് പറയുന്നത്, ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചതല്ലേ, പരിശുദ്ധ തമ്പുരാൻ വന്ന് ഞാൻ എൻ്റെ പ്രസൻസ് ഒന്ന് ഓർമ്മിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് കാറ്റ് വന്ന് വീശിയപ്പോൾ അത് ഒരു കാറ്റ് വന്നിങ്ങനെ തഴുകി ഒന്ന് മൈ പ്രസൻസ് ഇല്ല, അല്ലേ? നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഫ്രണ്ട്സിൻ്റെ ഒക്കെ വെറുതെ അങ്ങനെ നടക്കുമ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് പരിശുദ്ധാത്മ ഒരു ഹായ് പറയുന്നത് ഓർമ്മിപ്പിച്ച് സിംബോളിക്കായിട്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധ റുഹായുടെ കാറ്റിൽ ഇങ്ങനെ ജീവിക്കാൻ അതൊരു ഭയങ്കര സ്പിരിച്വൽ ത്രില്ല് തന്നെയാണ്.